ഹലോ എവരിവൺ, SSC PSC റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സിലെ സെക്ഷനാണ് ബോട്ട് ആൻഡ് സ്ട്രിംഗ്. ഈ പോർഷനിലെ ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കിതിന് അപ്പ് സ്ട്രീം, ഡൗൺ സ്ട്രീം എന്നിങ്ങനെ രണ്ട് ടേംസ് പരിചയപ്പെടും. നദി ഒഴുകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ബോട്ട് സഞ്ചരിക്കുകയാണെന്ന് കരുതിക്കും. ഇവിടെ നമ്മൾ പറയും ആ ഒരു ബോട്ട് അപ്പ് സ്ട്രീമിൽ സഞ്ചരിക്കുകയാണെന്ന് പറയും. ഓക്കെ, അപ്പോൾ നദി ഒഴുകുന്ന ഡയറക്ഷനിൽ ഓപ്പോസിറ്റായിട്ടാണ് ബോട്ട് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ അപ്പ് സ്ട്രീം എന്ന് പറയും. ഇനി നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് കേസ് സങ്കല്പിച്ച്, അതായത് നദി ഒഴുകുന്നു, അതേ ഡയറക്ഷനിലാണ് ബോട്ട് ഒഴുകുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയും. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായി എന്നുള്ളത്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആദ്യം നമ്മളിവിടെ ബോട്ട് ആൻഡ് സ്ട്രീം എന്ന സെക്ഷനിലെ ബേസിക് കാര്യങ്ങളാണ് ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഇവിടെ പേര് പോലെ തന്നെ ഇവിടെ എന്തായിരിക്കും, ഒരു ബോട്ട് ഇട്ടായിരിക്കും, ഒരു സ്ട്രീം അഥവാ റിവർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ സെക്ഷനിൽ എവിടെയെല്ലാം ബോട്ടിന്റെ സ്പീഡ് കാണും, സ്പീഡ് ഓഫ് ബോട്ട് എന്ന് എവിടെയൊക്കെ തന്നിരിക്കുന്നു, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എവിടെയൊക്കെ തന്നിരിക്കുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ആയിട്ട് അടുത്ത് എന്ത് ചെയ്യുക. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് സ്ട്രീം ഇൻ സ്റ്റിൽ വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം, വൈ ആയിട്ട് എടുക്കും. അപ്പോൾ ബോട്ടിന്റെ വേഗതയെ നമ്മൾ എന്ത് ചെയ്യും, എക്സ് ആയിട്ട് എടുക്കും. റിവറിന്റെ വേഗതയെ നമ്മൾ എന്ത് ചെയ്യും, വൈ ആയിട്ട് എടുക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റിൽ വാട്ടറിലെ കേസ് ആണ്, സ്റ്റിൽ വാട്ടർ, ഒഴുക്കില്ലാത്ത വാട്ടറിലെ കേസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡൗൺ സ്ട്രീമിൽ വരുമ്പോൾ ആ ഒരു ബോട്ടിന്റെ വേഗത എങ്ങനെയായിരിക്കും, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ആലോചിച്ച് തലയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ ഡൗൺ സ്ട്രീമിൽ ഒരേ ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ, അതായത് സ്റ്റിൽ വാട്ടറിലെ ബോട്ടിന്റെ വേഗതയും അതുപോലെ തന്നെ റിവറിന്റെ വേഗതയും കൂടി കൂട്ടി ചെയ്യാം. അതായത് ഡൗൺ സ്ട്രീമിൽ ആ ഒരു ബോട്ടിന്റെ വേഗത എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആയിരിക്കും. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കേസ് ആയിരിക്കുന്നത് അപ്പ് സ്ട്രീമിലേക്ക് വരുമ്പോൾ അപ്പ് സ്ട്രീമിൽ ബോട്ടിന്റെ വേഗത എങ്ങനെയായിരിക്കും, എക്സ് മൈനസ് വൈ ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. ഓക്കെ, എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസ് കുറച്ചുകൂടെ എളുപ്പമാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ബോട്ടിന്റെ വേഗതയും സ്റ്റിൽ വാട്ടറിലെ ബോട്ടിന്റെ വേഗതയും അതുപോലെ റിവറിന്റെ സ്പീഡ് തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഡൗൺ സ്ട്രീമിലെ ആ ഒരു വെലോസിറ്റി, ഡൗൺ സ്ട്രീമിലെ ആ ഒരു ബോട്ട് ഇത്ര സ്പീഡിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, തന്നിട്ടുള്ള ബോട്ടിന്റെ സ്പീഡും അതുപോലെ തന്നെ റിവറിന്റെ സ്പീഡും എന്ത് ചെയ്താൽ മതി, അതുപോലെ കൂട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അപ്സ്ട്രീമിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബോട്ടിന്റെ സ്പീഡിൽ നിന്ന് എന്ത് ചെയ്യുക, സ്റ്റിൽ വാട്ടറിലെ ബോട്ടിന്റെ സ്പീഡിൽ നിന്ന് റിവറിന്റെ സ്പീഡ് എന്ത് ചെയ്താൽ മതി, അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ. ഓക്കെ, അടുത്തതായിട്ട് ഈ കാണുന്ന ഈ ഒരു ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ നമ്പർ 1 എഴുതുകയാണ്. ഇക്വേഷൻ നമ്പർ 1 എഴുതുകയാണ്. ഈ കാണുന്ന രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി എസ് ഉണ്ട്, ഇ എസ് ഉണ്ട്. ഞാനിവിടെ ഇങ്ങനെ ചെയ്യാണ്, ഡി എസിന് ഡി ഡോറസ് എന്നൊക്കെയാണ്, ഡി എസ് പ്ലസ് യു എസ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ എന്ത് കിട്ടുമെന്ന് അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡി എസ് എന്താണ്, ഡി എസിന്റെ വാല്യൂ ഉണ്ടല്ലോ, അതേപോലെ കൊടുത്ത് എക്സ് പ്ലസ് വൈ പ്ലസ് അടുത്തിന് യു എസിന്റെ വാല്യൂ. അപ്പോൾ അതെന്താ, എക്സ് മൈനസ് വൈ, എക്സ് മൈനസ് വൈ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഇത് നോക്കി വൈയും ക്യാൻസൽ ആയി പോയിട്ട് എനിക്കിവിടെ 2x ബൈ 2 എന്ന് വരും. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യും, എക്സ് ആയിട്ട് കിട്ടും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. അതായത് ഡൗൺ സ്ട്രീമിലെ ബോട്ടിന്റെ സ്പീഡും അപ്പ് സ്ട്രീമിലെ ബോട്ടിന്റെ സ്പീഡും കൂടെ കൂട്ടിയിട്ട് നമുക്ക് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇവിടെ എക്സ് എന്താ, എക്സ് ആണ് സ്പീഡ് ഓഫ് ബോട്ടിൻ സ്റ്റിൽ വാട്ടർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗൺ സ്ട്രീമിലെ ബോട്ടിന്റെ സ്പീഡും അപ്പ് സ്ട്രീമിലെ ബോട്ടിന്റെ സ്പീഡും വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് അഥവാ ബോട്ടിന്റെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതേ ഒബ്സർവേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ ഇപ്പോൾ ഡി എസും യൂസും കൂടെ കൂട്ടി നോക്കി. ഇനി ഡി എസും യൂസും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. സബ്ട്രാക്ട് ചെയ്ത് നോക്കി എന്ത് സംഭവിക്കും നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ പ്ലസിനെ എടുത്ത് മാറ്റുന്നു. ബാക്കിയെല്ലാം അതേ സീൻ തന്നെ ഞാൻ റേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ ഡി എസും യൂസും എന്ത് ചെയ്യുക,
അപ്പോൾ ഒന്ന് സബ്ട്രാക്ട് ചെയ്യും. ഡി എസ് ബാക്കിയെല്ലാം അതേപോലെ തന്നെ ഈ എക്സ് പ്ലസ് വൈ ഇക്വേഷൻ നമ്പർ 1, എക്സ് മൈനസ് വൈ ഇക്വേഷൻ നമ്പർ 2, അതായത് ഡി എസ് എക്സ് പ്ലസ് വൈ ആണ്, യു എസ് എക്സ് മൈനസ് വൈ ആണ്. ഈ സമയത്ത് അടുത്ത കേസിൽ നമ്മൾ ചെയ്യാൻ പോകും ഡി എസ് യൂസ് കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടുന്നു നമുക്ക് നോക്കാം. ആദ്യം എക്സ് പ്ലസ് വൈ അതുപോലെ എഴുതുന്നു. എക്സ് പ്ലസ് വൈ മൈനസ് രണ്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം, മൈനസ് എക്സ് മൈനസ് വൈ അല്ലേ, എക്സ് മൈനസ് വൈ ബൈ അതുപോലെ ഇട്ടു. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? എക്സ് പ്ലസ് വൈ മൈനസ് എക്സ്, അതായത് ഈ ഒരു മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? എക്സ് പ്ലസ് എക്സ് എന്താവും? മൈനസ് എക്സ് ആവും. ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ആവും, മൈനസ് വൈ എന്താവും? പ്ലസ് വൈ ആയിട്ട് മാറും. ഓക്കെ, ഡിവൈഡ് ബൈ 2, ഇത്രയുള്ളത്. ഇനി എന്ത് ചെയ്യും? ഇവിടെ നോക്കി, എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെ വൈ പ്ലസ് വൈ എന്ന് പറയും. വൈ പ്ലസ് വൈ എന്താ? 2y ആയിരിക്കും. 2y ബൈ 2. അപ്പോൾ 2y ബൈ 2 എന്താ? y ആയിട്ട് മാറും. എന്താ y? y എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിൽ വാട്ടറിലെ റിവർ അഥവാ സ്ട്രീമിന്റെ വെലോസിറ്റി. അപ്പോൾ നമുക്കൊരു അടുത്തൊരു റിസൾട്ട് കിട്ടി. അതായത് ഡി എസ് മൈനസ് യു എസ്, അതായത് ഡൗൺ സ്ട്രീമിലെ ബോട്ടിന്റെ സ്പീഡും അപ് സ്ട്രീമിലെ ബോട്ടിന്റെ സ്പീഡും കൂടെ സബ്ട്രാക്ട് ചെയ്യണം. നമുക്ക് എന്ത് കിട്ടും? ആ ഒരു സ്റ്റിൽ വാട്ടർ അല്ലെങ്കിൽ ആ ഒരു റിവറിന്റെ വെലോസിറ്റി, സാധാരണ ഒഴുക്കിന്റെ വേഗത നമുക്ക് എന്ത് ചെയ്യും? കിട്ടുന്നതായിരിക്കും. കുറച്ച് ഡിസ്കസ് ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങളും കൂടെ ഞാൻ എന്ത് ചെയ്തു? സമ്മറൈസ് ചെയ്തിട്ട് ഈ സ്ലൈഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഡി എസിന്റെ വാല്യൂ എക്സ് പ്ലസ് വൈ ആണ്, യു എസിന്റെ വാല്യൂ എക്സ് മൈനസ് വൈ ആണ്. ആ ഡി എസിന്റെയും യു എസിന്റെയും വാല്യൂസ് കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് വോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അതുപോലെ തന്നെ അതിനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈ കിട്ടും. വൈ എന്താ? സ്പീഡ് ഓഫ് റിവർ ഇൻ സ്റ്റിൽ വാട്ടർ. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ 4 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് പോകും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലം ആയിട്ട് ചെയ്തു തുടങ്ങാം. നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 2 km/h if its speed on the upstream be 1 km/h, then speed of the stream is. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറിലെ ബോട്ടിന്റെ വേഗത, അതായത് സ്റ്റിൽ വാട്ടറിലെ ബോട്ടിന്റെ വേഗതയെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്ന? എക്സ് കണ്ടില്ലേ? ആ എക്സ് കണ്ട് ഡിനോട്ട് ചെയ്യുന്ന എക്സ് ഈക്വൽ ടു നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 2 km/h. 2 km/h. ഓക്കെ, അത് നമ്മൾ അതുപോലെ എഴുതും. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, ഇനി അടുത്ത് ഇഫ് ഇറ്റ് സ്പീഡ് ഓൺ അപ്സ്ട്രീം ബി 1 km, അതായത് അപ്സ്ട്രീമിലെ ആ ബോട്ടിന്റെ വേഗത തന്നിട്ടുണ്ട്. അതായത് എന്താ തന്നിട്ടുള്ള? യു എസിന്റെ വാല്യൂ എത്ര തന്നിട്ടുള്ള? 1 km/h. ഓക്കെ, 1 km/h അതുപോലെ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടുന്നതാണ്? then the speed of the stream b. സ്പീഡ് ഓഫ് സ്ട്രീം ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ള. സ്ട്രീമിന്റെ സ്പീഡ് അഥവാ റിവറിന്റെ സ്പീഡ്. ഓക്കെ, സ്ട്രീം അഥവാ റിവറിന്റെ സ്പീഡാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താ? എന്തുപയോഗിച്ചിട്ടാണ്? നമ്മൾ y ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു എത്രയെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ എക്സ്, യു എസ്, വൈ ഇത് മൂന്നും ഡിനോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇതല്ലേ ആ ഇക്വേഷൻ? യു എസ്, എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ കൂടെ നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? അപ്പോൾ എന്താ? യു എസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ, അത് ഇക്വേഷൻ അതുപോലെ എഴുതി. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വൈ. അപ്പോൾ വൈ ഇവിടേക്ക് കൊണ്ടുവരിക. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് മൈനസ് യു എസ് എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂ എത്രയായിരുന്നു? 2 അല്ലേ? ഓക്കെ, 2 മൈനസ് 1, അപ്പോൾ എത്രയാ? 1 എന്ന് കിട്ടും. അതായത് 1 km/h. അപ്പോൾ ഇതിലെ ഉത്തരം എന്താ? ഓപ്ഷൻ സി. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നമുക്കൊന്ന് വായിക്കാം. എ ബോട്ട് ഗോസ് 14 km upstream in 56 minutes. The speed of stream is 2 km/h. The speed of boat in still water is. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം?
തന്നിട്ടുള്ള സാധനങ്ങളെല്ലാം അതുപോലെ എടുത്താൽ എഴുതാം. ഓക്കെ, എ ബോട്ട് ഗോസ് 14 കിലോമീറ്റർ അപ് സ്ട്രീം. അപ്പോൾ അപ് സ്ട്രീമിൽ ബോട്ട് പോയി എന്ന് പറഞ്ഞാൽ യു എസിന്റെ വാല്യൂ അല്ലേ, യു എസ് ഈക്വൽ ടു 14 കിലോമീറ്റർ പെർ ഹവർ എന്നിങ്ങനെ എഴുതി നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ തുടക്കം തന്നെ പാളിയെന്നർത്ഥം. ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടുന്നത്. കാരണം എന്താ, 14 കിലോമീറ്റർ അപ് സ്ട്രീം, അതായത് 14 കിലോമീറ്റർ അപ് സ്ട്രീമിലോട്ട് സഞ്ചരിച്ചു, അതായത് ഒഴുക്കിനെതിരെ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അല്ലാതെ അവിടെ സ്പീഡല്ല എൻ്റെ തന്നിട്ടുള്ളത്. 56 മിനിറ്റ് അത് 14 കിലോമീറ്റർ എന്ത് ചെയ്തു, അപ് സ്ട്രീമിൽ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഡിസ്റ്റൻസാണ് തന്നിട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് ആണ് ഇവിടെ എന്ത്, 14 കിലോമീറ്റർ. ഓക്കെ, അപ് സ്ട്രീം കണ്ടു എന്ന് പറഞ്ഞിട്ട് ചാടി കയറി എന്ത് ചെയ്യാൻ പാടില്ല, യു എസിന്റെ വാല്യൂ ആണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അടുത്തത് ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്ത സമയമാണ് 56 മിനിറ്റ്സ്. അപ്പോൾ അതെഴുതും 56 മിനിറ്റ്സ്. ഓക്കെ, യു എസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പീഡാണ്. ആക്ച്വലി അപ് സ്ട്രീമിൽ ബോട്ട് സഞ്ചരിക്കുന്ന ആ ഒരു സ്പീഡാണ് യു എസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് അപ് സ്ട്രീമിൽ സഞ്ചരിച്ച ദൂരം അറിയാം, ആ സഞ്ചരിച്ച സമയവും അറിയാം, അതായത് സഞ്ചരിക്കാൻ എടുത്ത സമയവും അറിയാമെന്നുണ്ടെങ്കിൽ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഈസ് ഈക്വൽ ടു, നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എത്ര, 14 ഡിവൈഡഡ് ബൈ 56. ഇവിടെ ഇതും ഡയറക്റ്റ് 56 ഒന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ സ്പീഡിന്റെ യൂണിറ്റ് വന്നിട്ട് കിലോമീറ്റർ പെർ ഹവർ ആണ്. അതായത് ഇവിടെ ഹവറിലാണ് നമുക്കിവിടെ ഉത്തരം വരേണ്ടുന്നത്. അപ്പം ഈ 56 മിനിറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെ, 56നെ നമ്മൾ എന്ത് ചെയ്യണം, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ അത് എന്തായി, ഹവറിലായി. അത് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യണം, ഡിവൈഡ് ബൈ 60. അപ്പോൾ അതാണ് 14 ഡിവൈഡ് ബൈ 56 ഡിവൈഡ് ബൈ 60. ഓക്കെ, ഇപ്പോൾ ഇതിനെന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, 14 ഡിവൈഡ് ബൈ ഈ 56ന് 60 എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എത്രയാ, 56ഉം 16 2ൽ പോവും. അപ്പോൾ ഇത് 28, 60 30. ഓക്കെ, ഇനിയും 2ൽ പോവും. അപ്പോൾ 40 ഇവിടെ 50. ഓക്കെ, അപ്പോൾ താഴെ ഡിനോമിനേറ്ററിലത് വരും 14 ഡിവൈഡ് ബൈ 15 എന്ന് വരും. അതിൽ 49 14 ക്യാൻസൽസ്. അതിന് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇതിൻ്റെ അതായത് നമ്മുടെ അപ് സ്ട്രീം അല്ലേ തന്നിട്ടുള്ള, അപ് സ്ട്രീമിൻ്റെ വാല്യൂ എന്ത് വരും, 15 കിലോമീറ്റർ പെർ ഹവർ എന്ന് വരും. ഓക്കെ ആണോ ഇത്? ഇതിൽ എന്തെങ്കിലും സംശയമുള്ളവർ എന്ത് ചെയ്യുക, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റി എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എഴുതും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തതിന് വേണ്ടിയിട്ട് യു എസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. യു എസ് എന്താ, അപ് സ്ട്രീമിൽ ബോട്ട് സഞ്ചരിച്ച ദൂരം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, യു എസിന്റെ വാല്യൂ എന്താണ്, യു എസ് ഈക്വൽ ടു 15 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടി. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ദ സ്പീഡ് ഓഫ് സ്ട്രീം ഈസ് 2 കിലോമീറ്റർ പെർ ഹവർ. സ്പീഡ് ഓഫ് സ്ട്രീമിന്റെ സ്പീഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. സ്പീഡ് ഓഫ് സ്ട്രീം ഈസ് 2 കിലോമീറ്റർ പെർ ഹവർ. അതായത് സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് y കൊണ്ട്, y ഈസ് ഈക്വൽ ടു 2 കിലോമീറ്റർ പെർ ഹവർ. ഈ രണ്ട് സാധനം അറിയാമെങ്കിൽ മറ്റത് കണ്ടുപിടിച്ചുകൂടി. മറ്റേതെന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടറിൽ ബോട്ടിന്റെ സ്പീഡ്, അതായത് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത ആ സെയിം പ്രോബ്ലം, പക്ഷെ അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ, യു ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എക്സ് മൈനസ് വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ, എക്സ് ഈക്വൽ ടു യു എസ് പ്ലസ് വൈ. ആൻഡ് യു എസിന്റെ വാല്യൂ നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചതാണ് 15 പ്ലസ് 2 ആൻഡ് ദ ആൻസർ ഈസ് 17 കിലോമീറ്റർ പെർ ഹവർ. അതിന്റെ ഉത്തരം ഓപ്ഷൻ നമ്പർ ടി. ഓക്കെ ആണോ? എന്തെങ്കിലും സംശയമുള്ളവർ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ നോക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടായാൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ റെഡി ടു ഹെൽപ്പ് യു. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. A boat can row downstream at the rate of 14 km per hour and upstream at the rate of 11 km per hour. Find the boat's rate in still water. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതാം. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എ ബോട്ട് ക്യാൻ റോ ഡൗൺ സ്ട്രീം അറ്റ് ദ റേറ്റ് ഓഫ് 14 km per hour. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പീഡാണ് തന്നിട്ടുള്ള, ഡൗൺ സ്ട്രീമിൽ ആ ബോട്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 14 km per hour ആണ്. ഡയറക്റ്റ് തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, സ്പീഡാണെന്ന് എനിക്ക് മനസ്സിലായ കാരണം കിലോമീറ്റർ പെർ ഹവർ എന്ന അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസും
ടൈം കൂടെ ചേർത്തിട്ടുള്ള അതിന്റെ യൂണിറ്റ്, അതായത് സ്പീഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത് DS തന്നിട്ടുണ്ട്, അതിന്റെ അപ് സ്ട്രീം അറ്റ് ദ റേറ്റ് ഓഫ് 11 കിലോമീറ്റർ പെർ ഹവർ, അതായത് യുഎസും തന്നിട്ടുണ്ട് ഇവിടെ. US ഈക്വൽ ടു 11 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, തന്നിട്ടുള്ള ഡയറക്റ്റ് അതുപോലെ എടുത്ത് തരും. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത് ബോട്ട്സ് റേറ്റ് ഇൻ സ്റ്റിൽ വാട്ടർ, അതായത് എക്സിന്റെ വാല്യൂ ഇല്ലേ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതെങ്കിലും അറിയോ? അറിയാം. നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് തന്നെ കണ്ടതാണ്. ഏതാ? DS-ഉം US-ഉം എക്സും അറിയാവുന്ന ഇക്വേഷൻ DS പ്ലസ് US ബൈ 2 ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ അതേ ഇക്വേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ എന്താ? DS പ്ലസ് US ബൈ 2 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഉത്തരം എക്സ് ആയിരിക്കും. അപ്പൊ എക്സ് ഈക്വൽ ടു, ഞാൻ ഇതിനെ തിരിച്ചെഴുതാം. DS-ന്റെ വാല്യൂ എത്ര? 14 പ്ലസ് US-ന്റെ വാല്യൂ എത്ര? 11 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 14 10 24 25 25 ഡിവൈഡഡ് ബൈ 2, അതായത് 12.5 അല്ലേ? അതെ, 12.5 ആണ് ഇവിടുത്തെ ഉത്തരം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ നമ്പർ എ. ഓക്കെ, അപ്പോൾ ഇതിൽ വലിയ കൺഫ്യൂഷൻ വരേണ്ട സാധ്യതയില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്തെങ്കിലും സംശയമുള്ളവർ എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. അപ്പോൾ ഈ നമ്മുടെ 3 ക്വസ്റ്റ്യൻ ഒക്കെ ആയപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എങ്ങനെയൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്യാനുണ്ടെന്നത്. അടുത്ത ക്വസ്റ്റ്യൻ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പോസ് ചെയ്ത്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? വീഡിയോ കണ്ടു വെക്കുക. ഓക്കെ, ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, Raman can row 30 km downstream and 80 km upstream, taken 10 hours each time. What is the velocity of the current? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്പീഡാണ് വന്നിട്ടുള്ളത് അല്ല. ഓക്കെ, ഡൗൺ സ്ട്രീമിൽ രാമൻ എന്ത് ചെയ്യുന്നു? റോ ചെയ്യുന്നു. റോ മീൻസ് വേറെ ഒന്നുമില്ല, നീന്തുക എന്ന അർത്ഥത്തിലാണ്. രാമൻ ഡൗൺ സ്ട്രീമിൽ 30 കിലോമീറ്റർ നീന്തി, അതുപോലെ തന്നെ അപ് സ്ട്രീമിൽ 18 കിലോമീറ്റർ നീന്തി. ഇത് രണ്ടിനും എടുത്ത സമയം എന്ന് പറയുന്നത് 10 അവർ ആണ്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് ദ കറണ്ട്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ റിവറിന്റെ ആ ഒരു സ്പീഡ്. വെലോസിറ്റി മീൻസ് സ്പീഡ്. കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്ട്രീം അഥവാ റിവർ. സ്ട്രീം ഓർ റിവർ. ഓക്കെ, സ്ട്രീം ഓർ റിവർ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെയാണ്. എന്ത് ചെയ്താൽ മതി? ഇവിടെ ആദ്യം എന്ത് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ളത് പോലെ ഡൗൺ സ്ട്രീമിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് D1 എന്ന് എടുക്കുകയാണ്. D1 ഈസ് ഈക്വൽ ടു 30 കിലോമീറ്റർ. അടുത്ത് D2 എത്രയാ? 18 കിലോമീറ്റർ. അതിനടുത്ത സമയം T എന്ന് പറയുന്നത് എത്രയാ? 10 ഹവർ. ഓക്കെ, നമുക്കറിയാവുന്ന, അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തതിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഫസ്റ്റ് ആദ്യം എ സ്പീഡ് കണ്ടുപിടിക്കേണ്ട, ഡൗൺ സ്ട്രീം കണ്ടുപിടിക്കാം. അപ്പോൾ അത് DS ആണ്. DS ഈക്വൽ ടു, DS എന്ന് പറഞ്ഞാൽ ബോട്ട് ഡൗൺ സ്ട്രീമിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത്, ഡൗൺ സ്ട്രീമിലെ ഡിസ്റ്റൻസ് എത്ര? 30 കിലോമീറ്റർ. ആ 30 അതുപോലെ കൊടുത്തു ഡിവൈഡഡ് ബൈ T. അതിനടുത്ത സമയം എത്രയാ? 10 ഹവർ. ഓക്കെ, ആ 10 ഹവർ 0 ക്യാൻസലായി പോയി. ഇവിടെ എത്ര വരും? 3 കിലോമീറ്റർ പെർ ഹവർ ആണ് ഇവിടുത്തെ ആ ഒരു വേഗത, അതായത് ഡൗൺ സ്ട്രീമിൽ ആ ബോട്ട് സഞ്ചരിക്കുന്ന, അല്ല രാമൻ സഞ്ചരിക്കുന്ന വേഗത. അടുത്ത് യുഎസിന്റെ വാല്യൂ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കും. US ഈക്വൽ ടു, US എന്ന് പറഞ്ഞ സ്പീഡാണ്, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ അപ് സ്ട്രീമിൽ എടുത്ത ആ ഒരു ഡിസ്റ്റൻസ് എത്രയാ? 18 കിലോമീറ്റർ ആണ്. 18 ഡിവൈഡഡ് ബൈ അതിനടുത്ത സമയം 10 ആണ്, ഈക്വൽ ടു 1.8 കിലോമീറ്റർ പെർ അവർ ആണ് ഇവിടുത്തെ സ്പീഡ്. അപ്പോൾ ഓക്കെ, നമുക്ക് കിട്ടിയ DS-ഉം US-ഉം അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ കറണ്ട്? കറണ്ട് മീൻസ് റിവറിന്റെ വെലോസിറ്റി, റിവറിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കുക. അതായത് Y ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? DS എന്താ? ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ എഴുതിയ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ആ സ്ലൈഡ് ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ഈ ഇക്വേഷൻ DS മൈനസ് US ബൈ 2 ആണ് നമുക്ക് എന്ത് ചെയ്യുക? Y കിട്ടാനുള്ള ഇക്വേഷൻ. അതെന്ത് ചെയ്യുക? ഇവിടെ അതുപോലെ കൊടുക്കുക. DS മൈനസ് US. ഞാൻ ഡയറക്റ്റ് അത് എഴുതുകയാണ്. DS എത്രയാ? 3.
3 അതായത് y is equal to ds. dsന്റെ വാല്യൂ എത്ര? 3 മൈനസ് യുഎസ് എത്ര? 1.8 ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? ഓക്കെ, അത് 1 കുറച്ച് 2. അതിൽ നിന്ന് എന്ത് ചെയ്യുക? 0.8 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 1.2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 1.2 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 0.6 എന്ന് ഉത്തരം കിട്ടും. ആൻഡ് വിച്ച് ഈസ് ഓപ്ഷൻ? യെസ്, ദ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? മനസ്സിലാവാത്തവർ ഒരിക്കൽ കൂടെ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ കണ്ടുനോക്കുക. വീണ്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് സെക്ഷനിൽ ചോദിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ മാൻ റോസ് അപ് സ്ട്രീം 11 കിലോമീറ്റർ ആൻഡ് ഡൗൺ സ്ട്രീം 26 കിലോമീറ്റർ ടേക്കിംഗ് 5 hours each time. ദ വെലോസിറ്റി ഓഫ് ദ കറണ്ട്. ഇതൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പോലെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഹോംവർക്ക് ആയിട്ട് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ഒരിക്കൽ കൂടെ എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിച്ചിട്ട് കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക? ഇതിന്റെ ആൻസർ, 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ രേഖപ്പെടുത്തും. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട്. The speed of boat in still water is 15 km/h and the rate of the current is 3 km/h. The distance traveled downstream in 12 minutes is. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻ പോലെയല്ല, ഇത് കുറച്ചുകൂടെ ഡെപ്തിൽ ആ ഒരു കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? എടുത്തെഴുതാം. ഓക്കെ, ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടറിലെ ബോട്ടിന്റെ സ്പീഡ് അത് നമ്മൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്ത് എക്സ് എത്രയാ? 15 km/h എന്നത് തന്നിട്ടുണ്ട്. ആൻഡ് ദ റേറ്റ് ഓഫ് കറണ്ട് ഈസ് 3 km/h. അതായത് y എന്ന് നമുക്ക് ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, 3 km/h. ഓക്കെ, ഇവിടെ പറയുന്ന കറണ്ട് എന്താ? റിവർ തന്നെയാണ്. റിവർ അല്ല, അഥവാ എന്താ ഇവിടെ തന്നിരിക്കുന്ന കറണ്ട് റിവർ അഥവാ സ്ട്രീമാണ്. ഓക്കെ, അപ്പോൾ അതിനുണ്ട് എക്സ് വൈ ഡയറക്റ്റ് തന്നു. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡൗൺ സ്ട്രീം ഇൻ 12 minutes. 12 മിനിറ്റിൽ ഡൗൺ സ്ട്രീമിൽ ആ ബോട്ട് എത്ര സഞ്ചരിച്ചു? ഇവിടെ നമുക്ക് ഡി എസ് അറിയത്തില്ല, ഡി എസ് എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെ ടൈം അറിയാം. ടൈം ടി ഈസ് ഈക്വൽ ടു 12 minutes ആണെന്ന് ഇവിടെ എന്ത് ചെയ്യുന്നിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സും വൈ അറിയെങ്കിൽ ഡി എസ് കണ്ടുപിടിച്ചില്ലേ? ഡി എസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡി എസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ അല്ലേ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 15 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 18 km/h ആണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഡി എസ് എന്ന് പറഞ്ഞാൽ അതാ സ്പീഡ് അല്ലേ? അപ്പോൾ നമുക്കറിയാം അടുത്ത ബേസിക് ആയിട്ട് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്നുള്ളത് അറിയാം. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ടി ആണ്. ഓക്കെ, സ്പീഡ് നമുക്ക് ഇവിടെ അറിയാം, ഇതാണ് എസ്. ഓക്കെ, എസ് 18 ആണ്. അപ്പോൾ 18 ഇൻറ്റു ടൈം എത്രയാ? 12 minutes. ഇവിടെ ഒരു പ്രശ്നം, 12 minute ആയിട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. ഇതിനെന്ത് ചെയ്യുക? 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഹവർ ആക്കുക. അപ്പൊ ഇത്രയും ഹവറാണ് വരുന്നത്. അപ്പോൾ അത് തന്നെ ഇവിടെയും കൊടുക്കുക. ഇതിനെന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. അത് തന്നെ ഇവിടെ കൊടുക്കുക. 60 കൊടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, 60 ഇതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 ഇവിടെ 30. ഇവിടെ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ 3, ഇവിടെ 15. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ഇവിടെ 5, ഇവിടെ 6. ഓക്കെ, അപ്പോൾ 18/5 എന്ന് ഉത്തരം വരും. 18/5 എത്രയാ? ഡിവൈഡ് ചെയ്യുമ്പോൾ 1 5 2 5 10 3 5 15. ഓക്കെ, പോയിന്റ്. അപ്പോൾ ഇവിടെ 15 3. ഓക്കെ, 3.6 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അവിടെ യെസ്, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏകദേശം ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തൻ്റെ മാതാപിതാക്കളുടെ ആ ഒരു സ്വപ്നം
സാക്ഷാത്കരിക്കുക. താങ്ക് യു.